എന്താണ് ഈ സംസ്ഥാനത്തെ പല രോഗങ്ങളും വീണ്ടും പഴയ പോലെ തിരിച്ചു വരുന്ന അതൊക്കെ പ്രതിരോധിക്കുന്നതിന് സർക്കാർ പരാജയമാണെന്നൊരു വിമർശനം വരുന്നുണ്ട്. അതായത് ഇത് മഴക്കാലമാണ്. സാധാരണഗതിയിൽ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്ന സമയമാണ്. ചില വർഷങ്ങളിൽ വളരെ കൂടുതലായിട്ടുണ്ടാവും, ചിലപ്പോൾ കുറവായിരിക്കും. ഇത്തവണത്തെ ഒരു മട്ട് കാണുമ്പോൾ നല്ല തോതിൽ പകർച്ചവ്യാധി ഉണ്ടാകുന്ന ലക്ഷണമാണ് നമ്മൾ കാണുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണമെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അത് ഇത്തവണ വളരെ വളരെ മോശമായിട്ടാണ് നടന്നത് എന്നുള്ളതാണ് പല പ്രദേശങ്ങളിൽ നിന്നുള്ള വാർത്ത കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഴക്കാല പൂർവ്വമല്ല, 2018 നമ്മൾ ജാഗ്രതാ ക്യാമ്പയിൻ, ആരോഗ്യ ജാഗ്രത എന്ന പേരിൽ ഒരു ശുചീകരണ പരിപാടി തന്നെ ആരംഭിച്ചിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തിലും ശുചീകരണം നടത്താൻ എല്ലാ ദിവസവും ശുചീകരണം നടത്തണമെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. മഴ വരുന്നതിന് തൊട്ട് മുമ്പ് മാത്രമല്ല. അത് വളരെ ഫലം കണ്ടിരുന്നു കേരളത്തിൽ. മാത്രമല്ല, ആരോഗ്യ വകുപ്പ് മുൻകൈയെടുത്തുകൊണ്ട് ഏറ്റവും നന്നായി ശുചീകരണം നടത്തുന്ന പഞ്ചായത്തുകൾക്ക് ഒരു പ്രത്യേക അവാർഡ് കൊടുക്കുന്നതിനും അന്ന് തീരുമാനിച്ചു. വളരെ നല്ല രീതിയിലാണ് പല പഞ്ചായത്തുകളും അത് ഏറ്റെടുത്തത്. അത് തുടർച്ചയായിട്ട് കൊണ്ടുപോകണം. ഇത്തവണയും അതുണ്ടാകണം. നമ്മൾ എല്ലാ ദിവസവും ശ്രദ്ധിച്ചാൽ മാത്രമേ പകർച്ചവ്യാധിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളാണ് ഏറ്റവും കൂടുതൽ വൾണറബിളായിട്ടില്ല എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ ഇടയുള്ള സംസ്ഥാനം കേരളമാണ്. അതിന് കാരണം നമ്മുടെ ജനസംഖ്യയിലുള്ള വർധനവും ജനസാന്ദ്രതയുമാണ്. ഒരു ചെറിയ പ്രദേശത്ത് കേരളത്തിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുകയാണ്. കേരളത്തിൻ്റെ ജനസാന്ദ്രത ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 836 860 ജനസാന്ദ്രത. എന്നാൽ 430 ഇന്ത്യയിലുള്ള ജനസാന്ദ്രതയുടെ ശരാശരി. ഇവിടെ 860 പേർ പാർക്കുന്നു ഒരു സ്ക്വയർ കിലോമീറ്ററിൽ. അപ്പോൾ ഏത് പകർച്ചവ്യാധി വരുമ്പോഴും ഏറ്റവും പേടിക്കേണ്ടുന്ന സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആരോഗ്യ ജാഗ്രതാ ക്യാമ്പയിൻ അടക്കം തുടങ്ങിക്കൊണ്ട് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതികൾ തീരുമാനിച്ചത്. ഇതിപ്പോൾ ഇവിടെ നിപ്പ വൈറസ് ബാധയുള്ളത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അത് വളരെയേറെ ശ്രദ്ധേയമായിട്ട് കൈകാര്യം ചെയ്യണം. ഇപ്പോൾ ഒരാൾക്കല്ലേ ഉള്ളൂ എന്ന ലാഘവത്തോടെ നമുക്കത് എടുക്കാൻ പറ്റില്ല. കാരണം ഒരാൾക്ക് വരുമ്പോൾ കൂടുതൽ ആൾക്ക് വരാനിടയുണ്ട് എന്ന ഉത്കണ്ഠയോടുകൂടി കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. എല്ലാ ആളുകൾക്കും അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇടപെടാം എന്ന നിലയല്ല പകർച്ചവ്യാധിയുടെ കാര്യത്തിൽ എടുക്കേണ്ടത്. അതിൽ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാകും, 2018 ഒരു കുടുംബത്തിലെ 4 ആളുകൾക്ക് ഒരേ രോഗലക്ഷണങ്ങൾ കണ്ടു, ഒരാൾ മരിച്ചു. അപ്പം തന്നെ നമ്മൾ അവിടെ ഓടിയെത്തി. എന്നിട്ട് എന്താണ് ഈ മരണകാരണം എന്ന് അന്വേഷിച്ചു. അങ്ങനെ ഈ സ്രവങ്ങൾ ജീവിച്ചിരിക്കുന്നവരുടെ പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് നിപ്പ വൈറസ് ആണെന്ന് മനസ്സിലായത്. നമുക്കതിനെക്കുറിച്ചൊന്നും അറിയുമായിരുന്നില്ല. നമുക്കതിൻ്റെ പ്രോട്ടോക്കോൾ ഉണ്ടായിരുന്നില്ല, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടായിരുന്നില്ല. പക്ഷേ വളരെ പെട്ടെന്ന് നമ്മളതെല്ലാം സെറ്റ് ചെയ്തു. അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന ഞാൻ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ നേരെ പോയത് കോഴിക്കോടേക്കാണ്. അവിടെ താമസിക്കുകയാണ് ചെയ്തത് 40 ദിവസം. കാരണം നമ്മളിത് മനസ്സിലാക്കുന്നതിന് മുമ്പേ കുറേ ആളുകൾക്ക് വന്നു കഴിഞ്ഞിരുന്നു. അവരെ എല്ലാം കണ്ടുപിടിച്ച് അവരെ ഐസൊലേറ്റ് ചെയ്തു. ആ ഗ്രാമത്തിൽ ഈ ആളുകൾ സഞ്ചരിക്കാൻ ഇടയുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ ക്വാറൻറ്റൈൻ ചെയ്തു ആളുകളെ. ഞാനത് വിശദീകരിക്കുന്നില്ല. വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് നടത്തിയത്. ഈ രോഗബാധ ഉണ്ടാവുന്നിടത്ത് മന്ത്രിമാർ ചെല്ലണമെന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരെയും എല്ലാ വകുപ്പുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് നല്ല പ്ലാനിങ് നടത്തണമെങ്കിൽ നമ്മളവിടെ ഉണ്ടാകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ സന്ദർശിക്കണം. അല്ലാതെ രോഗമുള്ളിടത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി പോകുമൊന്നും വേണ്ട, ഐസൊലേഷൻ പാടിലൊന്നും. അതൊന്നും ശരിയുമല്ല. പക്ഷേ ഒരു ജില്ലയിലുണ്ടാകുമ്പോൾ ആ ജില്ലയിൽ ചെന്ന് അവിടുത്തെ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തകരെയെല്ലാം വിളിച്ചു ചേർത്ത് ഒരുപാട് അഭിപ്രായങ്ങളുണ്ടാകും. ഉദ്യോഗസ്ഥന്മാരെല്ലാം നല്ല ഉദ്യോഗസ്ഥന്മാരാണ്. പക്ഷേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ വ്യത്യസ്ത അഭിപ്രായഗതിക്കാരൊക്കെ ഉണ്ടാകും. അതൊരു ഏകോപനമായിട്ട് ഒരേ അഭിപ്രായമായിട്ട് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് ആ തീരുമാനത്തിൻ്റെ കൂടെ എല്ലാവരും നിന്ന് പ്രവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ അവിടെ മന്ത്രി ഉണ്ടായിരിക്കുന്നത് ഏറ്റവും വലിയ ഉപകാരപ്രദമായ കാര്യമായിരിക്കുമെന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ അവരെയെല്ലാം ചേർത്ത് അവരൊരു സംഘമായിട്ട് നിൽക്കും. നമ്മൾ കൂടെ നിന്നാൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പിലെ പ്രവർത്തകർ വളരെ സ്തുത്യർഹമായ സേവനം ചെയ്യുന്നവരാണ്. അവരെ കൂട്ടി യോജിപ്പിച്ച് നിർത്തിയാൽ നമുക്ക് നേരിടാൻ സാധിക്കും. ഒരാൾക്ക് മാത്രമേ ഇപ്പോഴുള്ളൂ, ഇനി ആർക്കും വരാതിരിക്കട്ടെ. പക്ഷേ ഇനി ആർക്കെങ്കിലും വരാനിടയുണ്ട് എന്ന ധാരണയോടുകൂടി വേണം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ എന്നാണ് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്ന് മീറ്റിംഗൊക്കെ വിളിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അതിനേക്കാൾ ഫലപ്രദമാവുക അവിടെ വന്ന്, കാരണം ആ ജില്ലയിലുള്ള കൂടുതൽ ആളുകൾ ഒരുമിച്ച് വിളിക്കാൻ സാധിക്കും.
അപ്പോൾ നമ്മളന്ന് നിപ്പയുണ്ടെന്ന് പറഞ്ഞപ്പോൾ കോഴിക്കോട് ജില്ലയിലെ എല്ലാ താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ടുമാരെയും അന്ന് തന്നെ വിളിച്ചിരുന്നു. മാത്രമല്ല കോഴിക്കോടിന് തൊട്ടടുത്തുള്ള തലശ്ശേരി അതുപോലെ കൂത്തുപുറം ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാരെയെല്ലാം വിളിച്ചിരുന്നു അന്ന്. ഇത് പെട്ടെന്ന് ചെന്ന് ചേരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ, അതിൻ്റെ ഭാരവാഹികളെ വിളിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. ഞങ്ങളന്ന് വെറ്റിനറി വിഭാഗത്തിലുള്ള ആളുകൾ വിളിച്ചിരുന്നു. മെഡിക്കൽ കോളേജിലുള്ളവരെയും ഹെൽത്ത് സർവീസിലുള്ളവരെയും ഒരുമിച്ചിരുത്തിയിരുന്നു. ഞങ്ങളെല്ലാം ഓർമ്മിക്കുന്നുണ്ടാവും, മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. രാത്രി തന്നെ മീറ്റിംഗ് വിളിച്ചിട്ട് അപ്പം തന്നെയാണ് പ്ലാനിങ് നടത്തിയത്. അതിനെ അവിടെ കോഴിക്കോട് വന്ന് മീറ്റിംഗ് വിളിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ട് വരിക. നമുക്ക് മുഖാമുഖം കണ്ട് അവരോട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സ്പിരിറ്റ് ഓൺലൈനിലാവുമ്പോൾ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ അത് അടിയന്തരമായിട്ടും ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഞാനിപ്പോൾ അതിൻ്റെ ആ രീതിയിലുള്ള പദങ്ങളൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല. പക്ഷേ ഇതാണ്, ഇപ്പോൾ ആരെയെങ്കിലും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ ഉള്ളൊരു സന്ദർഭമായിട്ടല്ല നമ്മളിതിന് ഉപയോഗപ്പെടുത്തുന്നത്. നമ്മൾ മുൻപേ ചെയ്തവർക്കുണ്ടാകുന്ന അനുഭവം ഇന്നതാണ്, അതുപോലെ ചെയ്യുന്നതാണ് നല്ലത് എന്ന് മാത്രം പറയുകയാണ്. അല്ലാതെ തരം കിട്ടുമ്പം ആരെയെങ്കിലും കുറ്റപ്പെടുത്തുക എന്നുള്ളൊരു രീതിയൊന്നും. അതെ, അത് പൊളിറ്റിക്കലായിട്ട് സ്വാഭാവികമായിട്ടും. ഞാൻ പിന്നെ ആ രീതിയിൽ ഞാൻ നേരത്തെ ഇത് കൈകാര്യം ചെയ്തൊരു മന്ത്രി കൂടിയാണ്, CPM-ൻ്റെ പ്രവർത്തകയാണെന്നുള്ളതിൽ ഉപരി അതുകൂടിയാണ്. അപ്പോൾ ഞാനത് ആ രീതിയിൽ കുറ്റപ്പെടുത്തലായിട്ട് പറയുന്നില്ല. പക്ഷേ അവിടെ വരേണ്ടത് ആവശ്യമാണ് എന്ന് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്. ഈ സാഹചര്യത്തിൽ നിയമപരമായിട്ടുള്ള കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പം. പക്ഷേ റീനയെ എനിക്കറിയാം, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന ഈ നിപ്പ വന്ന സമയത്തും അതിൻ്റെ സാമ്പിൾ അയക്കുന്നതിനും കണ്ടുപിടിക്കുന്നതിനും ഒക്കെ നന്നായിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. അഡീഷണൽ DHS ആയിരുന്നു അന്ന്. അതുപോലെ തന്നെ അന്ന് ഡോക്ടർ സരിത ആയിരുന്നു DHS. അപ്പോൾ ഇവരുടെ എല്ലാം പേര് അന്നത്തെ നിപ്പയെ കൈകാര്യം ചെയ്ത റിപ്പോർട്ടിനകത്ത് അന്ന് ഞാൻ ഇടപെട്ടിട്ടാണ് എഴുതി തയ്യാറാക്കിയത്. ഇവരുടെ പേര് അതിനകത്ത് കാണാം നിങ്ങൾക്ക്. ഡോക്ടർ സരിതയുടെയും ഡോക്ടർ റീനയുടെയും ഒക്കെ പേര് ആ റിപ്പോർട്ടിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോഴെന്താ മാറ്റാൻ കാരണം എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അഥവാ സമയമായിട്ടുണ്ടെങ്കിലും ഒരു 2-3 മാസം ഒരു എക്സ്റ്റൻഷൻ കൊടുത്ത് നിർത്തുകയാണ്. പുതിയൊരാൾ വരുമ്പോൾ അത് അത്രത്തോളം ഇടപെടാനുള്ളൊരു സാവകാശം കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഹെൽത്ത് ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു കീ പോസ്റ്റാണ് പകർച്ചവ്യാധികളുടെ കാര്യത്തിൽ, പബ്ലിക് ഹെൽത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഈ സമയത്ത് മാറ്റരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്തുകൊണ്ടാണ് മാറ്റിയതെന്ന് ഗവൺമെൻറ്റാണ് പറയേണ്ടത്. ഇപ്പം മാറ്റേണ്ടതില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.